ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ കഥ വെറുതെ വലിച്ചു നീട്ടുകയാണോ, പുതിയ കുറേ കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന കഥ എങ്ങോട്ടെന്നില്ലാതെ പോകുകയാണോ എന്നൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് ഒരു നിരാശ, അതിനുള്ളൊരു സൂചന തന്നെയായിരുന്നു ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടു കാണും 3 പുതിയ കഥാപാത്രങ്ങൾ. അതിൻ്റെ ആവശ്യമുണ്ടോ സത്യത്തിൽ? പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്ന നമ്മുടെ സച്ചിയും രേവതിയും തമ്മിൽ നമ്മുടെ അച്ഛമ്മയുടെ വീട്ടിൽ പോയി അവർ തമ്മിലുള്ള ഒരു കുറേ കൂട്ടുകൂടുന്ന മുഹൂർത്തങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഈ ഒരു കുറേ കഥാപാത്രങ്ങൾ കടന്നു വരുന്നത് നമുക്ക് പ്രേക്ഷകർക്ക് കുറേ പേർക്കെങ്കിലും അരോചകമായി തോന്നിയിട്ടുണ്ടാകും. എനിക്കെന്തായാലും അത് ആവശ്യമില്ലാത്തൊരു കുറേ കഥാപാത്രങ്ങളെ കുത്തിക്കയറ്റുന്ന പോലെയാണ് എനിക്കൊരു ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിച്ച് നമ്മുടെ രേവതിയും സച്ചിയും ഇപ്പോഴും ബസ്സിൽ തന്നെയാണ് കേട്ടോ. അവർ ഇതേവരെ അച്ഛമ്മയുടെ വീട്ടിലെത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ മകൻ അതിൽ കയറിയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു കാണും. നമ്മുടെ ശ്രുതിയുടെ അമ്മയും ശ്രുതിയുടെ മകനും കൂടി കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ മകൻ അറിയില്ല ശ്രുതിയാണ് അമ്മ എന്നുള്ള, ശ്രുതി ആൻറ്റിയാണെന്നാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ ശ്രുതി ഇങ്ങനെ നമ്മുടെ ശ്രുതിയുടെ മകൻ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ ആൻറ്റിയെ ചേച്ചിയുടെ ഫോട്ടോ കാണിക്കാൻ വേണ്ടി നമുക്കൊരു സെൽഫി എടുക്കാമെന്നിങ്ങനെ രേവതിയുടെ അടുത്ത് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, മോൻ്റെ ആൻറ്റിയുടെ ഫോട്ടോ ആദ്യം കാണിച്ചതാണ്, എന്നിട്ട് നമുക്ക് സെൽഫി എടുക്കാമെന്നിങ്ങനെ പുള്ളി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രുതിയുടെ ആ ഒരു കള്ളത്തരം ഇതോടുകൂടി വെളിച്ചത്താകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. രേവതി അറിഞ്ഞാൽ അത് ഉറപ്പായിട്ടും സച്ചിയും അറിയും. സച്ചിയും രേവതിയും കൂടിയാണ് ആ കൊച്ചിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത് താനും. അപ്പോൾ എന്തായാലും ഈ ഒരു വൻ അപകടത്തിൽ നിന്നും ആ ഒരു ശ്രുതിയുടെ വൻ ചതിയിൽ നിന്നും നമ്മുടെ ആ രവീന്ദ്രനെയും കുടുംബത്തെയും രക്ഷിക്കാൻ രേവതിക്കാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.